വളരെ പ്രശസ്തമായ പാലാ അൽഫോൻസ കോളേജിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ എപ്പോഴും ഇവിടെ വരാൻ പറ്റുന്ന പാർട്ടികളൊന്നുമല്ല ഞങ്ങളാരും. പണ്ട് കാലത്തൊന്നും ഇതിനകത്ത് കയറുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ പിന്നെ അൽഫോൻസ കോളേജിനെ കുറിച്ച് ഞങ്ങളൊക്കെ കേൾക്കുന്നത് പത്രങ്ങളിൽ നിന്നാണ്. പത്രത്തിൻ്റെ പുറകിലത്തെ പേജിൽ സ്പോർട്സ് വാർത്തകളുടെയൊക്കെ കൂട്ടത്തിൽ മിക്കവാറും അൽഫോൻസായുടെ പേര് കാണാനായിട്ട് സാധിക്കും. കായിക രംഗത്ത് വെന്നിക്കൊടി പാറിക്കുന്ന അൽഫോൻസ കോളേജ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ വലിയൊരു ചിന്ത. അപ്പോൾ അങ്ങനെ മികവിൻ്റെ, പ്രത്യേകിച്ച് അക്കാദമികവും അതുപോലെ മറ്റ് രംഗങ്ങളിലുമൊക്കെ ഉള്ള മികവിൻ്റെ പേരിൽ ഏറെ അറിയപ്പെടുന്ന ഈ കോളേജിലേക്ക് വരാൻ സാധിക്കും. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതിലേറെ വരുമ്പോൾ ഇത് വിശുദ്ധ അൽഫോൻസാമ്മയെ ഓർക്കുന്ന ദിനം കൂടിയാണെന്നുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. പ്രിയപ്പെട്ട സിസ്റ്ററും ജനറാളച്ചനുമെല്ലാം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അൽഫോൻസാമ്മയുമായിട്ടുള്ള ബന്ധം പറഞ്ഞു. അൽഫോൻസാമ്മ ജനിച്ചത് കുടമാളൂരിലാണ്, പഠിച്ചത് വാഴപ്പള്ളി സ്കൂളിലാണ്. ഞാൻ മെത്രാനായി കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരി FCC പ്രോവിൻസിലെ പ്രൊവിൻഷ്യൽ അമ്മയും കൂട്ടരും കൂടെ വന്ന് എനിക്ക് സമ്മാനമായിട്ട് തന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ വാഴപ്പള്ളി സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അൽഫോൻസാമ്മയുടെ പടമുണ്ട്. ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ്. അതിൻ്റെ നടുക്ക് എൻ്റെ വല്യപ്പനുമുണ്ട്. അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു തറയിൽ ജോസഫ് സാറ്. ഞാനിപ്പോഴും വലിയ നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോയാണത്. അങ്ങനെ ഒരു വലിയ അടുപ്പം അൽഫോൻസാമ്മയോടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും വർഷങ്ങളിലൊക്കെ ഏതെങ്കിലും അവസരം കണ്ടെത്തി ഞാൻ കബറിടത്തെങ്കിൽ വന്നൊരു കുർബാനയൊക്കെ ചൊല്ലി പോവാറുണ്ട്. അൽഫോൻസാമ്മയുടെ ജീവിതം ഇന്നത്തെ തലമുറയ്ക്ക്, നിങ്ങളുടെയൊക്കെ ജനറേഷന് ആകർഷകമാകുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കാരണം എന്താണ്? ഏറ്റവും കുഞ്ഞുനാളിൽ തന്നെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പഴഞ്ചൻ ആശയങ്ങളാണ്. ദൈവത്തിന് ഇതിനകത്ത് സമർപ്പിക്കാൻ പോകുന്നത് അല്ലേ? ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചു. വീട്ടുകാര് എങ്ങനെങ്കിലും പെൺകുച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് ആഗ്രഹിച്ച് നടന്ന കാലത്ത് അവള് വാശി പിടിച്ച് കോൺവെന്റിൽ ചേർന്നു. അതും നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് വലിയ അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്നതിനാ കോൺവെന്റിൽ ചേരുന്നത്. ഇനി കോൺവെന്റ് ചേർന്നിട്ടാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ രോഗബാധിതയാവുകയാണ്. വലിയ സഹനങ്ങളിലൂടെ, ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കടന്നുപോയി. അൽഫോൻസാമ്മയുടെ വിശുദ്ധി മുഴുവൻ ആ ക്ലേശങ്ങളെ, രോഗങ്ങളെയൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കോ, അത് വലിയ കാര്യമുള്ള കാര്യമാണ്. ഏതായാലും നമുക്ക് സഹിക്കണ്ടേ? രോഗം വന്നാൽ ഏതായാലും സഹിക്കണ്ടേ? അതൊരു പുണ്യമാണോ? പക്ഷെ ആ സഹനത്തിനൊരർത്ഥം കണ്ടെത്തുകയും അത് ദൈവസ്നേഹത്തെ പ്രതി സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പുണ്യം. അതില് നമ്മളെപ്പോഴും ഓർക്കും, ഈ സഹനത്തിന് നമ്മളിങ്ങനെ മഹത്വവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ? സഹനങ്ങളെല്ലാം ഒഴിവാക്കപ്പെടേണ്ടത്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവേശത്തോടെ കേട്ട വാർത്തയാണ്. ജന്തർ മന്ദിറിൽ അല്ലെ, ആയിരക്കണക്കിന് കുട്ടികൾ, ചെറുപ്പക്കാരിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രിയെ രാജിവെപ്പിച്ചു. എന്തിനാണ്? ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സിസ്റ്റത്തെ തകരാറിലാക്കി അതിന് someone should be accountable, ആരെങ്കിലും ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അവരവിടെ 10-35 ദിവസം ആ ജന്തർ മന്ദിറിൽ ഒരുമിച്ച് കൂടി 10,000 ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി അവർ പ്രതിഷേധം അറിയിച്ചു. അത് യഥാർത്ഥത്തിൽ ഇനിയുള്ള തലമുറകൾ അനുഭവിക്കേണ്ടി വരുന്ന സഹനത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. നിങ്ങൾ ആരെങ്കിലും ജന്തർ മന്ദിറിൽ പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പാലായിൽ നിന്ന് ആരെങ്കിലും പോയോ ആവും. ഏതായാലും ഒത്തിരി മിടുമിടുക്കികളായ പെൺപിള്ളേരെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു പോലീസ് വണ്ടിയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് തള്ളി നിർത്തുന്ന ഒരു പെൺകൊച്ചിനെയൊക്കെ കണ്ടു. നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ട് നിങ്ങളതൊന്നും കണ്ടുപോലും ഇല്ലെന്ന് തോന്നുന്നു. കണ്ടായിരുന്നോ അത്?
ഒരു പിടിയില്ല. പൊതുവെ ഞങ്ങളുടെയൊക്കെ ഒരു ചിന്ത, നിങ്ങൾക്ക് അങ്ങനെ സാമൂഹിക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല, എല്ലാവരും ഇങ്ങനെ മൊബൈൽ ഫോണൊക്കെ നോക്കി വാട്സപ്പും ഒക്കെ ആയി അതും ഇതുമൊക്കെ തോണ്ടിയിരിക്കുകയാണെന്നാണ്. പക്ഷേ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഇത്രയും സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉണ്ടെന്ന് ഇന്ത്യയിലെ ജനസാമാന്യം തിരിച്ചറിഞ്ഞ അസുലഭമായ ഒരു അവസരം കൂടിയായിരുന്നു അത്. അപ്പോ അവരത് ചെയ്തത്, അവർ കുറച്ച് സഹനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതിനകത്ത് കുറെ പിള്ളേരെല്ലാം ഇപ്പോഴും ആശുപത്രിയിലാണ്. അവരുടെയൊക്കെ തല തല്ലി പൊള്ളിക്കുകയൊക്കെ ചെയ്തു ഈ പോലീസുകാരെ ചെന്ന്. വളരെ അതിക്രൂരമായിട്ട് അവരെയൊക്കെ വേദനിപ്പിച്ചു. അവരെന്തിനാണ് ആ സഹനങ്ങൾ ഏറ്റെടുത്തത്? അത് അവര് ഇനിയുള്ള കാലത്ത് ഇന്ത്യയിലെ ചെറുപ്പക്കാര് ഈ സഹനങ്ങളിലൂടെ കടന്നു പോകരുത്, പേപ്പർ ലീക്സ് എന്ന് പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കുന്ന ആ സംഭവം ഇവിടെ ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. യഥാർത്ഥത്തിൽ ചില സഹനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്, വാസ്തവമാണത്. പ്രത്യേകിച്ചും സാമൂഹിക തിന്മകളിൽ നിന്നുളവാകുന്ന സഹനങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പേരിൽ മയക്കുമരുന്നിനെതിരെ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതൊരു സാമൂഹിക തിന്മയാണ്. സാമൂഹിക തിന്മയിൽ നിന്ന് വലിയ സഹനങ്ങൾ ഉണ്ടാവുകയാണ്. കുടുംബങ്ങൾ തകരുന്നു, വ്യക്തികൾ തകരുന്നു. അത് ഒഴിവാക്കണം. അത് ഏത് വില കൊടുത്തും അത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ തിന്മകളിൽ നിന്ന്, നമ്മുടെയൊക്കെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വേറെ ആർക്കെങ്കിലും സഹനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഒഴിവാക്കപ്പെടേണ്ട സഹനങ്ങളുണ്ട്. എല്ലാ സഹനങ്ങളും ഒന്നും സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒഴിവാക്കപ്പെടേണ്ട സഹനങ്ങളെ ഒഴിവാക്കാനായിട്ട് കരുത്തോടുകൂടി നിൽക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ചില സഹനങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലൂടെ, നമ്മൾ ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ഇപ്പൊ നിങ്ങൾ ഒരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മിന്നിയതെല്ലാം പൊന്നല്ലായിരുന്നു. ആകപ്പാടെ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇട്ടേച്ചു പോകാം, അല്ലെങ്കിൽ ഏതായാലും ഒരു കമ്മിറ്റ്മെന്റ് എടുത്തതല്ലേ എന്നുള്ള രീതിയിൽ നമുക്കതിൽ ഉറച്ചു നിൽക്കാം. ഇത് രണ്ടും നമ്മുടെ സഹിക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെയൊക്കെ പഴയ അമ്മച്ചിമാർക്കൊക്കെ സഹിക്കാൻ അപാരമായ കഴിവുണ്ടായിരുന്നുകൊണ്ടാണ് അന്നൊന്നും വിവാഹമോചനങ്ങൾ ഉണ്ടാകാതിരുന്നത്. അല്ലെങ്കിൽ എന്തായിരുന്നു തന്നെ അവസ്ഥ? നമ്മുടെ അച്ചായന്മാരൊക്കെ വെള്ളമടിക്കാര്യത്തിൽ ഒരു കുറവുമില്ലായിരുന്നു പഴയ കാലത്ത്. അവർ വെള്ളമടിക്കുമെന്ന് മാത്രമല്ല, വെള്ളമടിച്ചാൽ ആ പഞ്ചായത്തിലെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം പാട്ടുമൊക്കെ പാടി ഡാൻസും ഒക്കെ കളിച്ച് വളരെ ആസ്വദിച്ചാണ് നടക്കുന്നത്. കുടുംബമൊന്നും നോക്കുകയില്ല, ഉത്തരവാദിത്വമില്ല. പാവപ്പെട്ട അമ്മയാണ് ഇഷ്ടംപോലെ പിള്ളേർ കൊണ്ടെന്ന് അമ്മയാണ് ഈ മക്കളെ എല്ലാം വളർത്തുന്നതും വീട്ടിലെ കന്നുകാലിയെ മാനേജ് ചെയ്യുന്നതും പിന്നെ കൃഷിപ്പണി നോക്കുന്നതും എല്ലാം ഈ പാവപ്പെട്ട അമ്മയാണ്. ആ അമ്മയുടെ സഹിക്കാനുള്ള കഴിവായിരുന്നു ആ കുടുംബങ്ങളെയെല്ലാം ഒരു നിലയിലെത്തിച്ചത്. പിന്നീട് മക്കള് വലിയ സ്നേഹത്തോടെ ഈ അമ്മയെ ഓർക്കും. കാരണം തകർന്നു പോകാവുന്ന ഒരു കുടുംബ സാഹചര്യത്തിൽ ഉറച്ചു നിന്ന് ഈ കുടുംബത്തെ നയിച്ചത് അമ്മയായിരുന്നു. എന്റെ വിചാരം അവരൊക്കെയാണ് നമ്മുടെ ഹീറോകളായിട്ട് നമ്മൾ വാഴ്ത്തേണ്ടത്. അപ്പൊ അത് ഒരു സഹനമാണ്. നമ്മൾ ചില തീരുമാനങ്ങൾ ഏറ്റെടുത്തു, അതിലൂടെ ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ബിഷപ്പൊക്കെ ആവുന്നതിന് മുമ്പ് കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഒരു പെൺകുട്ടിയും അവളുടെ ഭർത്താവും കൂടെ വന്നിരിക്കുകയാണ്. രണ്ടുപേരും ചെറുപ്പക്കാരാണ്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് അവര് വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഉടനെ അവള് പറഞ്ഞു, എൻ്റെ അച്ഛാ, പ്രശ്നവും പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ്. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പം ഇവൻ കട്ടിലെ കിടന്നുറങ്ങുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം അവൻ സോഫയിൽ കിടന്ന് TV കാണുന്നു. വൈകുന്നേരം അത്താഴമൊക്കെ ഉണ്ടാക്കി അവനെ വിളിക്കുമ്പം അവൻ നിലത്ത് കിടന്ന് TV കാണുന്നു. അപ്പൊ ഇവനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്താവോ അച്ഛ, ഇത്രേ ഉള്ളൂ പ്രശ്നം. അപ്പൊ ഞാൻ ഓർത്ത് ഇതെന്ത് ഇടപാടാണ് ഇത്? ഞാൻ ചോദിച്ചു, എന്നടാ കേൾക്കുന്നത്? അവൻ പറഞ്ഞു, എന്നെ ചെയ്യാനാ, ഇവള് എന്നെ ആലപ്പുഴ ബീച്ചിൽ കൊണ്ടുപോകാന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. അച്ഛൻ്റെ അടുത്താണ് കൊണ്ടുവന്നത്. അപ്പോ പിന്നെ ഇവളോട് എനിക്ക് സ്നേഹമായതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ഇവളുടെ പുറകെ നടക്കുകയാണ്.
അപ്പൊ ഞാനിതെല്ലാം അന്വേഷിച്ചപ്പോൾ ഇവര് പ്രണയ വിവാഹമാണ്, കല്യാണം കഴിച്ചത് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അവളുടെ വീട്ടുകാർ അവളോട് ആവത് പറഞ്ഞതാണ് ഇവനെ കെട്ടരുതെന്ന്. പക്ഷേ ആവേശത്തിന് പോയി കല്യാണം കഴിച്ചു. അരുതെന്ന് പറയുമ്പോൾ പിന്നെ നമുക്കൊരു ആവേശം കൂടുകയും ചെയ്യുമല്ലോ. ഒന്ന് കെട്ടിയിട്ടേ ഉള്ളൂ, അങ്ങനെ കെട്ടിയതാണ്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, എടി ഇത്രയും മടിയനായ ഒരുത്തിനെ നീ എങ്ങനെ കെട്ടി? ഉടനെ അവള് പറഞ്ഞു, അച്ഛാ, പ്രണയിച്ച കാലത്ത് അവനെ പോലെ അധ്വാനിയായ ഒരാളില്ലായിരുന്നു. അതെന്താണ്? അത് ഞങ്ങൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിന് 4 നിലയുണ്ട്. അവൻ ആ 4ാം നിലയുടെ മണ്ടയ്ക്ക് പോയി ഐ ലവ് യു എന്നും പറഞ്ഞ് എൻ്റെ പേരൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചു. അപ്പൊ ഈ 4ാം നിലയിലൊക്കെ വലിഞ്ഞു കയറി ഈ പണിയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയും അധ്വാനിയായ ഒരാള്, അയ്യോ, ഇവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതം എല്ലാം സുഖകരമാണ്. പക്ഷെ അങ്ങനെ കെട്ടിയതാണ്. പക്ഷെ കെട്ടിക്കഴിഞ്ഞതോടുകൂടി അവൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. അവന്റെ ലക്ഷ്യങ്ങളെല്ലാം സാധിച്ചു. അവനിപ്പോൾ അങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. ഇവക്കാണെങ്കിൽ നല്ല ജോലിയുണ്ട് ബാംഗ്ലൂര്. അവള് അധ്വാനിച്ചുകൊണ്ടൊക്കെ വരും. ഏതായാലും ഇവന് പട്ടിണിയൊന്നുമില്ല, സുഖമായിട്ട് കിടക്കാണ്. അവൻ പറഞ്ഞു, അച്ഛാ, കാനഡയിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നു, എപ്പോൾ വന്നാലും ഞാൻ പോകും. അപ്പോ അന്നേരം എത്ര എനിക്ക് ശമ്പളം എന്നറിയാമോ? ഞാൻ ചോദിച്ചു, എനിക്കറിയത്തില്ല. 1.25 ലക്ഷം രൂപ കിട്ടും. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, എടി പ്രശ്നം തീർന്നല്ലോ, അവന് കാനഡയ്ക്ക് പോകല്ലേ? ഉടനെ അവള് പറഞ്ഞു, കല്യാണത്തിന്റെ പിറ്റേന്ന് മുതൽ ഇവൻ ഇതാന്ന് പറയുന്നത്, ഇതുവരെ കാനഡയിൽ നിന്ന് കോളും വരുന്നില്ല, അവൻ ഇവിടെ തന്നെ കിടപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, അത് കുഴപ്പമില്ല, നമുക്ക് പ്രശ്നം പരിഹരിക്കാം. നീ ആ കാനഡയിൽ കോള് വരുന്നോടം വരെ അവിടെ പോയി ജോലി ചെയ്യും. ഉടനെ അവൻ പറയുക, ഇവിടെയൊക്കെ ജോലി ചെയ്താൽ എന്നാ കിട്ടും? ഞാൻ ചോദിച്ചു, എന്നാ കിട്ടും? വല്ല 10,000-40,000 രൂപ കിട്ടും. അത് ആർക്ക് വേണം? ഞാൻ പറഞ്ഞു, ആർക്കും വേണ്ട, എനിക്ക് തന്നെ 40,000 രൂപ കിട്ടും. അത് അവന് വേണ്ട, മടിയനാണ്. അപ്പൊ ഇവള് ഈ സഹനം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. കഷ്ടപ്പെട്ട് എനിക്ക് ഇവന്റെ കൂടെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല എന്നാണ് അവള് പറയുന്നത്. പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്, പക്ഷെ ഇവനെ ഒട്ട് വിടാൻ അവൾക്ക് താല്പര്യമില്ല. ഇനിയിപ്പോ എന്താണ്, എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുത്ത് എങ്ങനെയെങ്കിലും ജോലിയൊക്കെ ചെയ്യിച്ച് എങ്ങനെയെങ്കിലും അവനെ ഒരു കുടുംബസ്ഥനാക്കി മാറ്റണം. കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളാണ്. ആ സഹനങ്ങളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒഴിഞ്ഞു മാറാം. വ്യക്തികളെ ഉണ്ടാക്കുന്ന സഹനങ്ങളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒഴിഞ്ഞു മാറാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഒഴിവാക്കാനാവാത്ത സഹനങ്ങൾ, ചിലപ്പോൾ രോഗം, അല്ലെ? രോഗം വല്ലാത്ത സഹനമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഇടവകയില് ഒരു വീട്ടിൽ ഞാൻ ഒരു രോഗിയെ കാണാൻ പോയി. 37 വർഷമായിട്ട് തളർന്നു കിടക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് 3ാമത്തെ മാസം തളർന്നതാണ് ഈ ചെറുപ്പക്കാരൻ. അയാൾക്ക് 37 വർഷം കഴിഞ്ഞു, ഇപ്പൊ പ്രായമായി. എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ പെൺകുട്ടി, ആ സ്ത്രീ 3ാമത്തെ മാസം ഭർത്താവ് തളർന്നു പോയതാണ്. 37 വർഷവും അയാളെ പരിചരിച്ചുകൊണ്ട് ഇപ്പോഴും ആ വീട്ടിലുണ്ട്. കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി ആ മനുഷ്യൻ. അപ്പോ അതൊക്കെ എന്തൊരു സഹനമാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെയാണ് വിശുദ്ധര് കേട്ടോ, അതാണ് വിശുദ്ധി. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ നിങ്ങളൊക്കെ അത് കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊക്കെ തീരെ പറ്റത്തില്ല, തളർന്നു പോയി, കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നില്ല, നമുക്ക് ഇട്ടച്ചു പോയാലോ, അതായിരിക്കും ചിലപ്പോൾ എളുപ്പമുള്ള കാര്യം. പക്ഷെ സഹനങ്ങളെ, ഒഴിവാക്കാനാവാത്ത സഹനങ്ങളെ സ്വീകരിക്കണമെങ്കിൽ അതൊരിക്കലും ഒരു പരാജയ ചിന്തയോ പരാജയ ബോധമൊന്നും അല്ല, മറിച്ച് അതൊരു വലിയ ധൈര്യമാണ്. ധൈര്യമുള്ളവർക്ക് മാത്രമേ സഹനങ്ങളെ നേരിടാൻ പറ്റൂ. അവിടെയാണ് അൽഫോൻസാമ നമുക്ക് നല്ലൊരു പാഠമാകുന്നത്. എന്റെ വിചാരം, അൽഫോൻസാമ ഇങ്ങനെ എല്ലാ സഹനങ്ങളും സ്വീകരിച്ച് അയ്യോ പാവം എന്നും പറഞ്ഞുകൊണ്ട് ജീവിച്ച ഒരു പാവത്താനായിരുന്നില്ല. നല്ല ധൈര്യമുള്ള, ഉൾക്കരുത്തുള്ള ഒരു വ്യക്തിയായിരുന്നു അൽഫോൻസാമ. അതുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അൽഫോൻസാമ എടുത്ത ധൈര്യം. നമ്മൾ അൽഫോൻസാമയുടെ ജീവചരിത്രത്തിൽ ഇത് വായിക്കുന്നുണ്ട്. കോൺവെന്റിൽ ചേരാനുള്ള തീരുമാനമൊക്കെ വളരെ ധീരമായ ഒരു തീരുമാനമായിരുന്നു. നമ്മുടെ യുവതലമുറയ്ക്ക് ഇന്ന് ചിലപ്പോഴൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതും ഈ ധൈര്യമാണ്. ധീരതയോടെ ജീവിക്കാൻ സാധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ചെറുപ്പക്കാര് പിള്ളേരൊക്കെ നമ്മളോട് ചോദിക്കും, ഞങ്ങൾ പഠിച്ചിട്ട് എന്നാ എടുക്കാനാ, ഒരു ജോലി കിട്ടത്തില്ലല്ലോ. വാസ്തവം, നമ്മുടെ സർക്കാരിനൊന്നും നമുക്ക് ജോലി തരണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മാത്രം മതി.
അല്ലാതെ പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിലെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണം, അങ്ങനെ നിർബന്ധമൊന്നും നമ്മുടെ ആർക്കും ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയൊക്കെ ഉദയത്തിൽ നമ്മൾ കാണുന്ന യുവജനങ്ങളിലെ വലിയ അരക്ഷിതാവസ്ഥയുടെ കാരണം എന്താണ്? തൊഴിലില്ല, പഠിച്ചാലും തൊഴിൽ കിട്ടുന്നില്ല. അതുപോലെ അർഹതയുള്ളവർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല, അനർഹരായിട്ടുള്ളവർ കയറിപ്പറ്റുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ യുവത രോഷം കൊള്ളുകയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി പോവാം, ഈ സാഹചര്യത്തെ ഒഴിവാക്കി പോവാം. ഇപ്പൊ ഏത് പിള്ളേരോട് ചോദിച്ചാലും അവർ ജർമ്മൻ പഠിക്കാന്നാ പറയുന്നത്. ജർമ്മൻ ഭാഷ നമ്മുടെ ദേശീയ ഭാഷയായി പ്രഖ്യാപിക്കേണ്ട ആവശ്യമാണ്. ഈ കണിയോടിക്കലച്ചനൊക്കെ കുറച്ചാൾ ജർമ്മനിയിലായിരുന്നു തന്നെ. അപ്പോ ആരോട് ചോദിച്ചാലും 12ാം ക്ലാസ് കഴിഞ്ഞ് ആരോട് ചോദിച്ചാലും ഒന്ന് ചിരിച്ചിട്ട് പറയും ജർമ്മൻ പഠിക്കുകയാണ്. ഓ, മലയാളം വൃത്തിയായിട്ട് അറിയാവോ? ഇല്ല, എഴുതിയാൽ തെറ്റാണ്, അക്ഷരത്തെറ്റാണ് മലയാളം, പക്ഷെ ജർമ്മൻ പഠിക്കും. ആ കുഞ്ഞുങ്ങളെ നമ്മൾ പരിഹസിച്ചിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ കൊടുക്കാൻ നമ്മുടെ നാടിന് പറ്റുന്നില്ല. അതേസമയം പൊരുതി നേടാനുറച്ച് ഇവിടെ തന്നെ നിൽക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ബിസിനസ് തുടങ്ങുന്ന പെൺകുട്ടികളെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈയിടെ ഞാൻ ബാംഗ്ലൂർ വിമാനത്താവളത്തിലേക്ക് ഒരു പെൺകൊച്ചു എന്ന് പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, മോൾ എന്നെ എടുക്കുകയാണ്? നമ്മുടെ നാട്ടുകാരിയാണ്. അവളിപ്പോ ഇവിടെ ഒന്നും ഇല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പട്ടണത്തിലാണ്. അവൾ പറഞ്ഞു, ഞാൻ ബിസിനസ് നടത്തുകയാണ്, ബിസിനസ് ആവശ്യത്തിന് ഡൽഹി വരെ പോവുകയാണ്. ഞാനിങ്ങനെ അവളുടെ ചരിത്രം എല്ലാം കേട്ട് ഇങ്ങനെ കൊള്ളാം, മിടുകയാണല്ലോ എന്ന് മനസ്സിൽ കണ്ടു. അങ്ങനെ ധൈര്യമുള്ള ചെറുപ്പക്കാരും നമ്മുടെ ഇടയിലുണ്ട്. ധൈര്യമുണ്ടാവുക, ജീവിക്കാൻ ധൈര്യമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പുതിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യമുണ്ടാവുക, അത് അവിടെയാണ് ഈ സഹനത്തിന് ശക്തിയുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ സുഖകരമായ ഒരു ജീവിതത്തിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. ഒരു കംഫർട്ടബിൾ ലൈഫ് അത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒത്തിരി സുഖം കൂടിയാൽ നമ്മൾ ആരും അധ്വാനിക്കത്തില്ല, നമ്മളെല്ലാം മടിയന്മാരും മടിച്ചികളുമാണ്. ഈ ശരിക്കും വളർച്ച ഉണ്ടാകുന്നത് മുഴുവൻ പരിവരുത്ത തലങ്ങളിലാണ്. വളരെ സ്മൂത്തായ ഇടങ്ങളിലൊന്നും വലിയ വളർച്ചയൊന്നും ഉണ്ടാകത്തില്ല. ആ പരിവരുത്ത യാഥാർത്ഥ്യങ്ങൾ അവിടെയാണ് ശരിക്കും ഒരു ഡിസിപ്ലിന്റെ സ്ഥാനം. അതൊരു സഹനമാണ്. രാവിലെ എഴുന്നേൽക്കണം, സഹനം. എല്ലാവർക്കും ഇഷ്ടം ഒരു ഉച്ചവരെ കിടന്നുറങ്ങാൻ. പക്ഷെ രാവിലെ എഴുന്നേൽക്കുക, അത് കോളേജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സമയത്ത് എഴുന്നേൽക്കുക, മുറിയൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് ഇടുക, ഒരു സമയത്തിരുന്ന് പഠിക്കുക, ഒരു സമയത്ത് ഈ വാട്സപ്പൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് അതിനും കുറച്ച് സമയം അതിനും കൊടുത്ത്, അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഒരു സഹനമാണ്. അപ്പൊ നമ്മൾ ഏറ്റെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്യത്തിലെത്താൻ സഹനങ്ങൾ വേണം. ഏതൊരു വ്യക്തിക്കും ലക്ഷ്യത്തിലെത്താൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മികച്ച ലക്ഷ്യങ്ങളിലെത്തിയ വ്യക്തികളുടെ ജീവിതങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, അവരൊക്കെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. സഹനങ്ങളിലൂടെ കടന്നു പോകാതെ കുറുക്കുവഴികൾ തേടുന്നവർക്ക് വലിയ നല്ല ലക്ഷ്യങ്ങളിലേക്കൊന്നും എത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ പലപ്പോഴും നമുക്ക്, നിങ്ങൾ കുറെ പേരൊക്കെ വിദേശത്ത് പോകുന്നു എന്നുള്ളത് നമുക്ക് ഒരു വലിയ സങ്കടമൊക്കെയാണ്. കാരണം നമ്മുടെ മനുഷ്യ വിഭവശേഷി മുഴുവൻ വിദേശങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർ ഒത്തിരി പേര് വിദേശങ്ങളിലേക്ക് പോവുകയാണ്. അതിൽ സങ്കടമുണ്ട്. പക്ഷെ അതിലേറെ സങ്കടം ഇതിനെ ഒരു കുറുക്കുവഴിയായി ഒത്തിരി പേര് കാണുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നിന്നാൽ രക്ഷപ്പെടുന്ന ഒത്തിരി പേര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. പഠിക്കാൻ വലിയ കഴിവില്ലേലും മറ്റു പല മേഖലകളിൽ കഴിവുള്ളവരുണ്ട്. നല്ല കച്ചവടം നടത്താൻ മനസ്സുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടിയുടെ ഒരു അവളുടെ ഒരു ഫേം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അവളിങ്ങനെ എല്ലാ ദിവസം 3 പുതിയ സാരി വീതം ഉടുത്ത് എല്ലാരെയും കാണിക്കുക. എന്നിട്ട് ആ സാരിക്ക് ഓർഡർ ഇടുക. ഭയങ്കര കാശാന്നാ പറഞ്ഞത്. അവള് തന്നെ സെലക്ട് ചെയ്ത് സാരി, അവള് തന്നെ അത് ഉടുക്കുന്നു, അവള് തന്നെ അത് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നു. അത് സാരി മേടിക്കാൻ ഇഷ്ടംപോലെ ആള് വരുന്നു. ആ പെങ്കൊച്ചൊന്നും ഇന്ത്യയിലെ നല്ല ബിസിനസ്സുകാരിൽ ഒരാളായിട്ട് മാറുകയാണ്. നമ്മുടെ നാട്ടുകാരിയല്ല, തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അങ്ങനെ കഴിവുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവര് വലിയ പഠിച്ച് വലിയ റിസർച്ചർ ഒന്നും ആയെന്നൊന്നും വരികയില്ല, ശാസ്ത്രജ്ഞയൊന്നും ആയെന്ന് വരികയില്ല. പക്ഷെ നല്ല കച്ചവടക്കാരാകാൻ സാധ്യതയുള്ളവരുണ്ട്. അപ്പൊ ഓരോ മേഖലകളിലും നമുക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടും അവർ ഈ കുറുക്കുവഴികൾ തേടി പെട്ടെന്ന് പോകുമ്പോഴാണ് ഒരു പ്രശ്നം.
നമ്മുടെയൊക്കെ പിള്ളേര് നല്ല മിടുമിടുകരായ പിള്ളേര്, അവരൊക്കെ ഇപ്പൊ എവിടെയാണ്? ന്യൂസിലൻഡിലെ ഏതോ ഒരു കുഗ്രാമത്തിൽ, ഏതോ ഒരു നഴ്സിംഗ് ഹോമിൽ, ഏതോ ഒരു പേരില്ലാത്ത നേഴ്സായി ശിഷ്ടകാലം ജീവിക്കുകയാണ്. കുറേ കാശ് കിട്ടിയിട്ടുണ്ട്, എന്നെ എടുക്കണമെന്ന് അവർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, ഇങ്ങനെ പോവാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ അർത്ഥപൂർണമായ തൊഴിലുകൾ ചെയ്തുകൊണ്ട് സമൂഹത്തിന് നല്ല നേതൃത്വം കൊടുക്കാൻ, നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ കഴിവുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ സഹനങ്ങൾ ഏറ്റെടുക്കണം. അവിടെയാണ് ഈ സഹനത്തിന് സാധ്യതയുള്ളത്. ഒഴിവാക്കാനാവാത്ത ചില സഹനങ്ങൾ ഏറ്റെടുത്ത് ആ വഴിയെ പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ സഹനം അത് സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം, സങ്കടത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാം. സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമ്പോൾ അത് വലിയ പ്രത്യാശ നൽകുന്ന ഒരു വഴിയായിട്ട് മാറുകയാണ്, പ്രത്യാശ നൽകുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ് സഹനം. അത് ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ പഠിക്കുന്നു, അധ്വാനിക്കുന്നു, നല്ല അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുന്നു, അതുപോലെ വഴിതെറ്റാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾ ഇന്ന് ജീസസ് യൂത്തിന്റെയും CSMന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഈ ജീസസ് യൂത്തിലും CSMലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ദൈവഭക്തിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പരിശീലനം നമുക്ക് കിട്ടുകയാണ്. ദൈവഭക്തിയിൽ വളർന്നാലുള്ള ഒരു ഗുണം എന്താണ്? വഴിതെറ്റാതെ മുന്നോട്ട് പോകാൻ ദൈവഭക്തി നിങ്ങളെ സഹായിക്കും. കുറെ നാളുകൾക്ക് മുമ്പ് കോളേജിലെ കലാതിലകമായിരുന്ന വളരെ മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടി, അവള് നോർത്ത് ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് പോയപ്പോൾ അവളുടെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്റെ കൊച്ചിനെ കുറിച്ച് എനിക്കൊരു പേടിയില്ല, അവൾ വഴിതെറ്റി പോകത്തില്ലച്ചോ, കാരണം എല്ലാ ദിവസവും അവള് കൊന്തയില്ലു. അമ്മയുടെ ഏറ്റവും വലിയ ഉറപ്പാണത്. അവള് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവളെ നോക്കാൻ ഞാൻ വേറെ രണ്ടുപേരെ വിട്ടിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ദിവസം 4 നേരം ഞാൻ അവരെ ഫോൺ വിളിച്ച് അന്വേഷിക്കുന്നോ, ഇതൊന്നും അല്ല അമ്മയുടെ ഉറപ്പ്. എന്റെ മകൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലും, അതാണ് ആ അമ്മയുടെ ഏറ്റവും വലിയ ഉറപ്പ്. അതുകൊണ്ട് അവൾ വഴിതെറ്റി പോകത്തില്ല. അവൾക്ക് വഴിതെറ്റാനായിട്ട് അവൾക്ക് പ്രേരണ ഉണ്ടാകുമ്പോഴും മാതാവ് അവളെ എങ്ങനെയെങ്കിലും പിടിച്ചു വലിച്ച് അവളെ ഈ ട്രാക്ക് തെറ്റാതെ കൊണ്ടുപോയിക്കൊള്ളും. അതാണ് ദൈവഭക്തിയൊക്കെ ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ്, പഴഞ്ചനാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങളെ സഹായിക്കുന്ന ചില കൈവഴികളാണ് ഇതെല്ലാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമുക്ക് ഈ വിശുദ്ധയായ അൽഫോൻസാമ ഭീരുവായ ഒരു വ്യക്തിയായിരുന്നില്ല, പരാജിതയായ ഒരു വ്യക്തിയായിരുന്നില്ല, എല്ലാം സഹിച്ച് ഏറ്റെടുത്ത് അങ്ങ് പാവത്താനായി കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നില്ല. ജീവിതത്തെ കൃത്യമായ ലക്ഷ്യങ്ങളോടെ നല്ല ധൈര്യത്തോടെ നേരിട്ട ഒരു വ്യക്തിയായിരുന്നു. അതാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠം. അപ്പോ ആ ഒരു തലത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചില സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് സിസ്റ്റേഴ്സിനെ ഞാൻ കാണുന്നുണ്ട്. പണ്ടായിരുന്നെങ്കിൽ അൽഫോൻസ കോളേജിൽ വന്ന ഒത്തിരി സിസ്റ്റേഴ്സിനെ കാണാറുണ്ട്. ഇപ്പൊ കുറച്ചു പേരെങ്കിലും ഉണ്ട്. നമ്മുടെ സിസ്റ്റേഴ്സ് ഒക്കെ ഒരു ചെറുപ്രായത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ചില സഹനങ്ങൾ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഞാന് ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ, നമ്മുടെയൊക്കെ ഈ കൊച്ചു കേരളം ഇത്രയും മനോഹരമായിട്ട് പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സഭയൊക്കെ നടത്തുന്ന കാരുണ്യ ഭവനങ്ങളാണ്. ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി, അംഗവൈകല്യം വന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാനസിക രോഗികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയൊക്കെ നടത്തുന്ന ഭവനങ്ങൾ. എന്തിന്? എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി പോലും ഭവനങ്ങൾ നടത്തുന്ന സിസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കൂടുതലും നടത്തുന്ന നമ്മുടെ സിസ്റ്റേഴ്സാണ്. അവരുടെയൊക്കെ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. എങ്ങനെ നിങ്ങൾ ഈ ജോലി ചെയ്യും? അതിരാവിലെ 3:30 എഴുന്നേറ്റ് തുടങ്ങുകയാണ് പരിപാടി. ഇവരെ എല്ലാം കുളിപ്പിക്കണം, ഇവരെല്ലാം അവരുടെ ശരീരം വൃത്തിയാക്കണം, അവർ കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കണം. എല്ലാ ദിവസവും ഇത് തന്നെയാണ് പരിപാടി. അവർക്കങ്ങനെ ഞായറാഴ്ച അവധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഇത് തന്നെ അവർ ചെയ്യുകയാണ്. അവർക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു?
അവർ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുകയാണ് സന്തോഷപൂർവ്വം. അത്തരത്തിലുള്ള ഭവനങ്ങളിലാണ് ഏറ്റവും വലിയ സന്തോഷവും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കുന്ന ചില സഹനങ്ങളാണ്. ഇതിനെല്ലാം ധൈര്യം ആവശ്യമുണ്ട്. അതുകൊണ്ട് സഹനം ഭീരുക്കളുടേതാണെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. നല്ല ധൈര്യമുള്ളവർക്ക് മാത്രമേ സഹനത്തെ പ്രത്യാശപൂർവ്വം ഏറ്റെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലും വളരെ പ്രസക്തമാണത്. ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണോ, ചില സഹനങ്ങളെ നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. നിങ്ങൾ എല്ലാ ദിവസവും, നിങ്ങൾക്ക് നാളെ പരീക്ഷയാ, ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾ ക്രിക്കറ്റ് കളിയും കണ്ടോണ്ടിരുന്നാൽ കളിക്കുന്നവർക്കൊക്കെ കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. ഇതും കണ്ടോണ്ടിരുന്ന നിങ്ങൾ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് തോറ്റും പോയി. എന്നാ ചെയ്യാനാ? അതാണ് നമ്മുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഒരു കുഴപ്പം. അതാണ് നമ്മൾ തോറ്റുപോവുകയാണ്. ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുമ്പം തോറ്റുപോകും. സഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ചിലപ്പോൾ വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ വലിയ ജീവിത പാഠങ്ങളാണ് വിശുദ്ധ അൽഫോൻസാമ്മ നമുക്ക് നൽകുന്നത്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അൽഫോൻസാമ്മ നിങ്ങൾക്കൊക്കെ നല്ല കരുത്ത് നൽകുന്ന ഒരു ഓർമ്മയായിട്ട് മാറട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അൽഫോൻസാമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ കോളേജ് നമ്മുടെ ഈ സമൂഹത്തിന് മുഴുവൻ പ്രകാശ ഗോപുരമായി വിളക്കായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാനും ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും കാണുന്നതിലുള്ള വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു.